എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നിരവധി ആൾക്കാർക്കുണ്ടാകുന്നൊരു സംശയം. നമ്മൾ ഗൃഹപ്രവേശന കർമ്മം നടത്തുന്നു. ഈ ഗൃഹപ്രവേശന കർമ്മത്തിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ചടങ്ങാണ് ഗണപതി ഹോമം നടത്തുക എന്നുള്ളത്. ഗണപതി ഹോമം മാത്രമല്ല, അതിനോടൊന്നിച്ച് വാസ്തുബലി, വാസ്തുപൂജ, ഭഗവതി സേവ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗണപതി ഹോമം ഇത്തരത്തിലുള്ള പൂജാവിധികളും ചെയ്യേണ്ടത് വീടിനകത്ത് പ്രവേശിച്ചതിന് ശേഷമാണോ, അല്ലെങ്കിൽ ഗൃഹപ്രവേശന കർമ്മം നടത്തിയതിന് ശേഷമാണോ, അതല്ല അതിനു മുമ്പാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിരവധി ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ഗണപതി ഹോമം നടത്തുക എന്നുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പല സ്ഥലത്തും കാണുന്നത് എന്താണെന്ന് അറിയാം. ഈ ഗൃഹപ്രവേശന കർമ്മത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് പാല് കാച്ചൽ ചടങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ പാല് കാച്ചൽ ചടങ്ങിനല്ല മുഹൂർത്തം കാണേണ്ടത്. മുഹൂർത്തം കണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗൃഹപ്രവേശനത്തിനാണ്. നമ്മൾ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ജീവിതകാലം മുഴുവൻ അവിടെ സന്തോഷത്തോടും സമാധാനത്തോടും ശാന്തിയോടുകൂടി താമസിക്കുവാനുള്ള ഒരു മുഹൂർത്തമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് പാല് കാച്ചലിൻ്റെതല്ല മുഹൂർത്തം വേണ്ടത്. പാല് കാച്ചലോ പായസം വെക്കലോ ഒക്കെ തന്നെ നമുക്ക് ഏത് സമയത്ത് വേണം ചെയ്യാം. അതിലൊരു മുഹൂർത്തം പ്രശ്നമേ അല്ല എന്നുള്ളത് ആദ്യം ഓർക്കണം. മുഹൂർത്തം വേണ്ടത് വീടിൻ്റെ അകത്തേക്ക് കയറാനുള്ളതിനാണ്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് കയറേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട്, ആ ചടങ്ങ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു ഗൃഹപ്രവേശന കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ഗൃഹപ്രവേശന കർമ്മം ചെയ്യേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. ഈ പറയുന്ന ഗണപതി ഹോമത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന വീടിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ഏറ്റവും ശുഭകരമായ ഒരു മുഹൂർത്തം നമ്മൾ കാണണം. ആ അവസരത്തിൽ വീടിൻ്റെ അകത്ത് ഒരു സാധനം പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം വീട് നിർമ്മിച്ച തന്ന വ്യക്തികളിൽ നിന്നും നമ്മൾ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങിച്ച് വീട് നമ്മുടെ സ്വന്തമാക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് സ്വന്തമാക്കാനുള്ള ഒരു ഇത്, ആ ചടങ്ങിന് ശേഷം അവരെ സന്തോഷിപ്പിച്ച് അവരെ പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് വീടിൻ്റെ അകത്ത് പ്രവേശിക്കേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അങ്ങനെ വീടിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് സാധനങ്ങളും വീട്ടിൻ്റെ അകത്ത് കയറ്റാം. അതിനു മുമ്പ് വരെ കയറ്റരുത്. കാരണം എന്താ? നമ്മൾ താമസിക്കാൻ വേണ്ടി വീടിനകത്ത് കയറുമ്പോൾ നമ്മളല്ലേ ആദ്യം കയറേണ്ടത്. അതിനുശേഷമല്ലേ നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾ വാങ്ങിച്ചു വെക്കുമോ? അങ്ങനെ വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ജനിച്ചതിന് ശേഷമാണ്, നമ്മുടെ മക്കളായാലും നമ്മുടെ മക്കൾ ജനിച്ചതിന് ശേഷമാണ് അവർക്ക് വേണ്ടുന്ന ഉടുപ്പാവട്ടെ, ആഭരണമാവട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുക. പുസ്തകങ്ങൾ, പഠിക്കാനുള്ള പുസ്തകമാണ്. കുട്ടി ജനിച്ചില്ല, അതിനു മുമ്പേ നമ്മൾ വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അതുപോലെ ഇവിടെ ഗൃഹത്തിലേക്ക് കയറിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് വേണ്ടുന്ന വസ്തുക്കൾ വീട്ടിലേക്ക് കയറ്റാവൂ. നമുക്ക് വേണ്ടുന്ന എന്ത് വസ്തുക്കളായാലും അതിനുശേഷമേ കയറ്റാവൂ. അത് ചാടി കയറ്റരുത്. അപ്പോഴെന്ത് വേണം? വീട്ടിലേക്ക് കയറി ആ മുഹൂർത്ത സമയത്ത് നിശ്ചയിച്ച സാധനങ്ങളുണ്ട്. ഇന്ന വസ്തുക്കൾ കൊണ്ട് കയറാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ വസ്തുക്കളൊക്കെ എടുത്ത് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമ്മൾ അന്ന് മുതൽ നമുക്ക് ആ വീട് നമ്മുടേതായി. പിന്നെ വേണ്ടത് എന്താ? അവിടെ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രവർത്തനം ചെയ്യണം. അപ്പോഴാണ് വീടിനകത്ത് കയറി ഗണപതി ഹോമം, ഭഗവതി സേവ, വാസ്തുബലി, വാസ്തുപൂജ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ചടങ്ങാണ്. അപ്പോൾ എന്താണ്? വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വീട്ടിനകത്ത് കയറ്റാം. അപ്പോൾ വീടിനകത്ത് കയറ്റുമ്പോൾ ആദ്യം നമ്മൾ ചടങ്ങിനോടനുബന്ധിച്ച് കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫർണിച്ചർ കയറ്റാം, കട്ടിൽ കയറ്റാം, മേശ കയറ്റാം, പിന്നെ ഇലക്ട്രോണിക് വസ്തുക്കൾ കയറ്റാം, TV കയറ്റാം, ഇങ്ങനെല്ലാം കയറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഗണപതി ഹോമത്തിൻ്റെ സാധനങ്ങളും കയറ്റാം. വീടിൻ്റെ അടുത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗണപതി ഹോമം, മറ്റ് പൂജാദ്രവ്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ പോയി ചെയ്യേണ്ട സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ പുറകെ കയറ്റാം. എന്നിട്ടോ പാല് കാച്ചൽ ചടങ്ങായിട്ടില്ല കേട്ടോ, നമ്മൾ വീട്ടിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. പിന്നീട് ഇതെല്ലാം നമ്മൾ സാധനങ്ങൾ കയറ്റി നമ്മൾ ഏതെങ്കിലും ഒരു ശുഭകരമായ അസ്തമയത്തിന് ശേഷമോ ഉദയത്തിന് മുമ്പോ ഉള്ള ഒരു നല്ലൊരു സമയം, എല്ലാവർക്കും പറ്റുന്നൊരു സമയത്ത് അവിടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക. ആ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ
ആ അഗ്നികുണ്ഡത്തിൽ നിന്നും അഗ്നി എടുത്തു കൊണ്ടുപോയിട്ട് വേണം പാല് കാച്ചലോ പായസം വെക്കലോ ഒക്കെ ചെയ്യേണ്ടത്. അതല്ലാതെ ഇന്ന് പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ അകത്തേക്ക് ആദ്യം തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും കയറ്റി, എന്താണ് കട്ടിൽ കയറ്റി, മേശ കയറ്റി, ഫർണിച്ചർ കയറ്റി, TV കയറ്റി, എല്ലാ ഇളകുന്നതായിട്ട് എല്ലാ വസ്തുക്കളും ആദ്യം കയറ്റി, പിന്നീട് സൗകര്യം പോലെ വേറൊരു ദിവസം വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗൃഹപ്രവേശന കർമ്മം എന്ന് പറഞ്ഞിട്ട് പാല് കാച്ച ചടങ്ങ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഗണപതി ഹോമം ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആദ്യമേ സാധനം കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീട്ടിലേക്ക് നമ്മൾ കയറിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഡ്രസ്സായാലും മറ്റെന്ത് കാര്യങ്ങളായാലും അവിടേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ, ഗണപതി ഹോമം മറ്റ് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇങ്ങനെ പൂജാതി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നമ്മൾ കിടക്കാൻ പോലും പാടുള്ളൂ. വീട്ടിലേക്ക് കയറുന്നതൊക്കെ, പിന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കാര്യത്തോടുകൂടി ഇനി ഇവിടെ എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും എപ്പോഴും നിലനിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആ ഗണപതി ഹോമം ചെയ്യുക. നമ്മൾ കയറിയതിന് ശേഷം മാത്രം. ആ ഗണപതി ഹോമത്തിൽ നിന്ന് അഗ്നി എടുത്തിട്ട് ഈ അഗ്നി പവിത്രമായ അഗ്നിയാണ്, അത് വീട്ടിൽ എന്നും നിലനിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആ അഗ്നി എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാല് കാച്ചലോ മറ്റു കാര്യങ്ങളോ ചെയ്യും. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ സംശയം വരുന്ന ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗൃഹപ്രവേശന കർമ്മം ചെയ്യേണ്ട ചടങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ താഴെ പേര് എഴുതിയിട്ടത് നമ്മൾ നോക്കുക. അവിടെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ലിങ്ക് കാണാൻ കഴിയും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയും ചെയ്യാം. ഏതായാലും നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.